എന്തായി പേട്ടാ? ഡീറ്റെയിൽസ് എടുത്തോ? എടുത്തു സാർ. ആ, ഇവരാണോ? ഇന്ന് രാത്രി ഇച്ചിരി പണി കൂടുമല്ലോ. വാ. നമസ്കാരം മാഡം. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സർ, ആക്സിഡൻ്റ് ആയിരുന്നു. ആള് മുന്നേ ചാടി ഇടിച്ചു എന്നാ തോന്നണേ. ഓ, വണ്ടി ഓടിച്ച മാഡം തന്നെയല്ലേ? അല്ല സാറേ, ഞാനാ ഓടിച്ചു. അതെങ്ങനെടാ? മാഡം വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ? സാർ, അവിടുന്ന് വിട്ട ഉടനെ റിയോ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. ഞാനാ ഓടിച്ചു. ഇതെവിടെ വെച്ചാ സംഭവം? പറവൂര് കാവിലെത്തുന്നതിന് മുമ്പ്. ഇടികൊണ്ട ആളുടെ അവസ്ഥ എന്താ? അറിയില്ല, ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് വല്ലതും സംസാരിച്ചായിരുന്നു? ഇല്ല സാറേ, ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ട് ഇരി, ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. ഇവർ രണ്ടുപേരുടെ മൊഴിയെടുക്കണം വിശദമായിട്ട്. ശരി സാർ. ആ പെണ്ണിന്റെ ഭാവം കണ്ടിട്ട് ആ പയ്യൻ പറയുന്ന മുഴുവൻ പച്ചക്കള്ളോ. പ്രദീപിനെ വിളിച്ച് പറവൂർ ഭാഗത്തുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. വണ്ടി ഓടിച്ച് അവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ശരി. ആ പിന്നെ അവൻ്റെ മെഡിക്കൽ കൂടി നിർത്തേക്ക്. സാർ. ഏകദേശം എത്ര സമയം കാണും? സമയം 1 മണിക്കൂർ. ഈ സ്പോട്ട് പറവൂരത്തുനിന്ന് തന്നെയല്ലേ? അതെ. ആരാ വണ്ടി ഓടിച്ചത്? വണ്ടി അയാളുടേതാണോ? അല്ല. അമ്മണി, ജോർജി, ഞാനിവിടെ പുറത്തുണ്ട്. നീ ആ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്നു. ഞാൻ ഇവിടെ ആ, ഓക്കെ. എവിടേക്ക് പോയിരുന്നു? ഡോക്ടർ എന്താ സാറേ പറഞ്ഞ? ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പറവൂർ കവലയ്ക്ക് മുമ്പുള്ള ഹൗസിംഗ് കോളനി അതല്ലേ സ്പോട്ടെന്ന് പറഞ്ഞത്? അതെ സാറേ. നിനക്ക് ഇയാളെ നേരത്തെ അറിയോ? ഇല്ല സാറേ. എന്നാ പിന്നെ ഞങ്ങൾ പോകട്ടെ സാറേ. എങ്ങോട്ട്? റിയ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അവിടെ പോയിടാ, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. സാറേ, ഇതൊരു ആക്സിഡന്റ് കേസല്ലേ സാറേ? വണ്ടി ഓടിച്ചത് ഞാനും. റിയ എന്തിനാ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യുന്നത്? നിന്നോട് ആരാടാ പറഞ്ഞത് വെറും ആക്സിഡന്റ് കേസാണെന്ന്? 307 IPC കേട്ടിട്ടുണ്ടോ നീ? അറ്റംപ്റ്റ് മർഡർ. സർ, അതിന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ? അത് തെളിയിക്കാനാണ് ഞങ്ങളിവിടെ ഉള്ളത്, പോലീസ്. സാറേ, എന്താ സാറേ? ഏട്ടാ, അകത്ത് കിടക്കുന്നവൻ്റെ ദേഹത്തെ 2 വെട്ടേറ്റിട്ടുണ്ട്, വയറിലും മുതുകിലും. കുറെ ചോരയും പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് വെറും 307. അകത്ത് കിടക്കുന്നവനങ്ങനെ തട്ടിപ്പോയാണ്ടല്ലോ, കളിമാർ. പിന്നെ 302 ക്ലിയർ കേസ് ഓഫ് മർഡർ. മക്കളെ, ഇന്ന് രാത്രി 2 പേര് നന്നായിട്ടൊന്ന് വിയർക്കും. അപ്പൊ പേട്ടാ, സാർ. ഇവരെ പിടിച്ച് അങ്ങോട്ട് ഇരുത്. ശരി സാർ. ഞാനൊന്ന് സ്പോട്ട് വരെ പോയിട്ട് വരും. സാർ.